ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് പിസയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഈസി ആയിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതും നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ടും അതുപോലെ നമുക്ക് ഓവനിലും വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊക്കെ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പാക്കറ്റിൽ വാങ്ങിക്കുന്നതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ തണുപ്പൊക്കെ പോയതിന് ശേഷം നമുക്ക് ഇത് എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നില്ല, അതേപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കിത് കോരി എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ വേണം. അപ്പോൾ ഞാനിവിടെ 3 കളറിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, റെഡ്, യെല്ലോ, ഗ്രീന്. ഇതെല്ലാം നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, ഇതുപോലെ ഈ ഒരു സൈസിൽ കട്ട് ചെയ്തിട്ടെടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒലീവ് എടുക്കണം. ഞാനിവിടെ ബ്ലാക്ക് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ സാധാരണ വെജിറ്റബിൾ പിസയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഇത്ര ഒരു ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യാതെ വേണം കേട്ടോ ആദ്യം ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ സെറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. അപ്പോൾ അതാ ഞാനിവിടെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് പിസ്സ സോസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു പിസ്സ സോസും വാങ്ങിച്ചതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു 2-3 ടീസ്പൂൺ എന്നുള്ള രീതിയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കണം. അപ്പം ഞാനിവിടെ കുറച്ച് എടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്നങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ആ ഒരു വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ സാധാരണ പിസ്സ എങ്ങനെയാണോ സെറ്റാക്കി എടുക്കൽ, അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും ചെയ്തെടുക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ചിക്കനോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഇതിലുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കട്ടെ ഇതിൻ്റെ മുകളിൽ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടെ ഫ്രഞ്ച് ഫ്രൈസും ആ ഒരു വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ നമുക്ക് നല്ല തിക്കായിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്, അതായത് 2 ലെയർ എന്നുള്ള രീതിയിൽ ചെയ്യുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഒരു ലെയറിലും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ചും കൂടെ നമുക്ക് പിസ്സ സോസും അതുപോലെ മൊസറല്ല ചീസും വെജിറ്റബിൾസൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു പഴയ ഫ്രൈ പാൻ വെച്ച് കൊടുക്കട്ടെ അടിയിൽ. എന്നിട്ട് ഒരു 10-20 മിനിറ്റ് നമ്മളിതൊന്ന് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഇതുപോലെ കുറച്ച് ഞാൻ ഓവനിലും വെച്ചിട്ടുണ്ട്. ഓവനിൽ വെക്കുന്ന സമയത്ത് നമുക്കൊരു 3 മിനിറ്റ് 4 മിനിറ്റിനുള്ളിൽ തന്നെ റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഓവനിൽ വെച്ചതാണ് കേട്ടോ. ഓവനിൽ വെച്ചാൽ ഒന്നും കൂടെ നല്ല അടിപൊളിയായിട്ട് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു പിസ്സ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ വീട്ടിലുള്ള എല്ലാവർക്കും ഇത് ഇഷ്ടം കേട്ടോ. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ സ്റ്റൗവിൽ വെച്ചതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ ചെറിയ തീയിൽ വെച്ച് കൊടുത്താൽ ഇതുപോലെ ആയിക്കിട്ടും കേട്ടോ. അപ്പോൾ ഓവണൊന്നും ഇല്ലാത്തവർ ഇതുപോലെ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കമൻസൊക്കെ ഒന്ന് അറിയിക്കണം. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്